അയ്യോ, വെള്ളം വന്ന് ചാടുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഗിരീഷ? അടിപൊളി അടിപൊളി. വണ്ടി വന്നു, കേറിക്കോ. പേടിയുണ്ടോ വിനീഷ? പേടിയൊന്നുമില്ല, എനിക്ക് നീന്താൻ അറിയാം. പക്ഷെ ഓ, അതിന്റെ അഹങ്കാരം നിനക്കുണ്ട് കേട്ടോ, അതെനിക്ക് തോന്നി കേട്ടോ. നമ്മള് വെള്ളം ഇടാൻ പോകുന്ന കണ്ടോ, ഇങ്ങനെ വെള്ളം ഇടുന്ന കേട്ടോ. കണ്ടോ, ഇതാണ് ഇട്ടിട്ടാണ് കേറുന്നത്. കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, വിൽക്കാൻ വെച്ചിട്ടുണ്ടോ? ജ്യൂസ് എന്തൊക്കെയോ ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. കപ്പലണ്ടി മുട്ടായി, ജ്യൂസ്, എന്താ കുർക്കുറയാന്ന് തോന്നില്ലേ, എല്ലാം ഉണ്ട്. ലേസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അടുത്ത ടീംസ് ഒക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, പട്ടിക്കുട്ടിയായിട്ട് വന്നിരുന്നത്. പട്ടി, ഒരു പട്ടിയില്ലേ, അത് അടിപൊളിയായിട്ട്. ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയായിട്ട് അവർ വന്നേക്കുന്ന ആ ഫാമിലി. അത് വെള്ളത്തിലൂടെ ഇറങ്ങാതെ കൈയിട്ടൊക്കെ നോക്കുന്നു. വ്യത്യസ്തമായ ഒരു ചട്ടിയല്ലേ ഇതുകൊണ്ടോ? ഉണ്ടോ ഈ ചട്ടിക്ക് അതവിടെ മീൻ മറക്കുന്നേ, ഫിഷ് ഫ്രൈ ആണ് കൊടുക്കുന്നത്. മീൻ 100 രൂപ എന്നാണ് പറയുന്നത്. ഗിരീഷ എങ്ങനെയുണ്ട്? കൊള്ളാം. കാല് പിടിക്കില്ല, കാല് വലിയ മീൻ കേട്ടോ, ബെഡാ സൈസ് മീൻ. ഇതൊന്നും ഐസ് ഇട്ട് വെച്ചേക്കുന്നതല്ല കേട്ടോ, നമ്മൾ ഇവിടുന്ന് വാങ്ങുക. അപ്പുറത്ത് ഇതിനൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ, അവിടെ കൊണ്ടുപോയി നമുക്കിത് ഫ്രൈ ചെയ്തോ കറി വെച്ചോ അവർ തരുന്നതായിരിക്കും. ആ ഭാഗത്തെ കണ്ടോ, അവിടെ ചേച്ചിരുന്ന് ആട്ടുന്നുണ്ടോ? അരപ്പൊക്കെ ഇവരിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ, മിക്സിയോ മറ്റുള്ളതൊന്നും ഉപയോഗിച്ചൊന്നുമല്ല. അവരരപ്പ് ആട്ടുകല്ലിൽ തന്നെ അരച്ചെടുക്കുമല്ലേ. ഗിരീഷ, രാവിലെ വെയിലും മഴയും വരുന്നല്ലേ? ഇവിടെ രാവിലെ തുടങ്ങിയല്ലേ, ബേബി ഹെയർ സെറ്റ് ചെയ്യായിരിക്കും അല്ലേ? കുറച്ചൊക്കെ അവർ തേക്ക് തീരാറായതൊക്കെ. ബേബി ഹെയർസ് ഒക്കെ ഒരുപാടുണ്ട്, കാരണം ഞാൻ അവരുടെ എണ്ണയും പറ്റുന്നുണ്ടല്ലോ. അപ്പൊ മുടി നമ്മുടെ മരിയാസിന്റെ ഹെർബൽ ഹെയർ കെയർ ക്രീം ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അവർക്ക് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇനി വാട്സ്ആപ്പ് ത്രൂ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അഫോർഡബിൾ റേറ്റിൽ പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റാ. ഇതുപോലെ യാത്രകൾ പോകുന്നവർക്ക് അടിപൊളി പ്രോഡക്റ്റാ. കുളിച്ചില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഞാൻ പറയത്തില്ല, ബേബി ഹെയർസിനെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ്. ഈ വണ്ടി കണ്ടിട്ട് എന്തോ തോന്നുന്നു? നമ്മുടെ വണ്ടിയിലെങ്ങാനും കേറുവോ? അതാണ് അറിയാമോ ദാസ, നമ്മൾ യാത്ര തുടങ്ങുമല്ലേ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാരും ചെയ്യുന്നത് ബോട്ടിംഗ് ആണ്. ഏതാണ്ട് 1.5 hours 1500 രൂപയാകും എന്നാണ് പറയുന്നത്. പോയി നോക്കാം. ബോട്ടിങ്ങിന് 1500 രൂപയാകുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ പെർ ഹെഡ് ആണോ അല്ലാതെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അതല്ല ഒരാൾക്ക് 1500 രൂപയാണെങ്കിൽ നടക്കത്തില്ല. വന്നിറങ്ങാൻ നിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇവിടെ വന്നിറങ്ങാൻ നേരത്തെ എക്സ്പീരിയൻസ് ഒരു 1000 വണ്ടികൾ, ഒരു എങ്ങനെ ഒരു 10, 25, 30, 40 വണ്ടികൾ ബൈക്കിനകത്ത് ഇരച്ച് വാങ്ങി നമ്മളെ വണ്ടിയുടെ പിറകെ വരും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഈ ബോട്ടിങ്ങിന് കൊണ്ടുവന്ന ആൾക്കാരാണ് കേട്ടോ, ഒരു പങ്കായൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. ബോട്ടിങ്ങിന് നമ്മളെ ഇങ്ങനെ വിളിക്കാൻ വരുന്ന, അവരുടെ ബോട്ടിൽ കയറി പോകാൻ വേണ്ടി നമ്മളിങ്ങനെ വിളിക്കാൻ വരുന്നതാ. ഞാൻ ബൈക്ക് റൈഡേഴ്സ് ആണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരെല്ലാരും ഒരുപോലെ എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നത്. ഞാൻ കണ്ണാടി കൂടെ നോക്കുമായിരുന്നു എന്താ കുഴപ്പമെന്നറിയാം. ഇനി വല്ല തട്ടോ മുട്ടോ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് പിന്നെ ഒരാളായി. പിന്നെ ആള് ഞങ്ങളെ ഫുള്ള് ഫോളോ ചെയ്യായിരുന്നു. നമ്മുടെ വണ്ടി എങ്ങോട്ടൊക്കെ പോകുന്നു അങ്ങോട്ടൊക്കെ അയാളും വരുമായിരുന്നു. നമ്മളെ കുറേ നമ്മളെ പിറകെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ സംസാരിക്കുക. നേരത്തെ ഒരാൾ പറഞ്ഞു 2 മണിക്കൂറത്തേക്കാണ് 1500 രൂപയെന്ന്. ഇപ്പോൾ ഒരാൾ പറയുന്നു 1 മണിക്കൂറല്ലേ, 1 hour പറഞ്ഞേക്ക് 1 മണിക്കൂറത്തേക്ക് 1500 രൂപയെന്ന്. ഇത് ഗവൺമെൻറ് ഫീസാണെന്ന് അവർ പറയുന്നത്. ഞങ്ങളെ ആദ്യമേ ഒരു 100 രൂപ കൊടുത്ത് പാർക്കിംഗ് ഫീസും എൻട്രി ഫീസും കൂടെ കൊടുത്തായിരുന്നു കേട്ടോ ആദ്യമേ. പക്ഷേ നമ്മൾ വണ്ടി അതിന് ഇടാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ അതിന് മുകളിൽ ആട് കയറുന്നതുകൊണ്ടേ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് എടുത്ത്. എനിക്കാണ് നല്ല ടെൻഷൻ, കാരണം അതുമെല്ലാം നശിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടേ. അതെ അതെ അതെ, അതിനെക്കാട്ടിലും നല്ലത് അത് മാറ്റിയിട്ട് സേവ്. അപ്പം ഏരിയല്ലേ പോകുന്നുള്ളത് ഞാൻ വിചാരിച്ചു. വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്, ഗവൺമെൻറ് തന്നെയാണ്. അവിടെ 50 രൂപ പാസ് ഉണ്ട്. അത് പക്ഷേ ആദ്യമേ നമ്മൾ കയറുമ്പോഴേ മേടിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇടണോ വേണ്ടോ തീരുമാനിക്കും നമ്മൾ തന്നെ കേട്ടോ. അല്ലെങ്കിൽ
പാർക്കിംഗ് വേറെ ഉണ്ട്, അത് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. അന്നേരം ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ കൊണ്ടിടാൻ വേണ്ടി പോവാം. ഓക്കെ, അന്നേരം ഞങ്ങൾ വണ്ടി വേറെ അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് കാരണം മനസ്സ് അനുവദിക്കുന്നില്ല. അവിടെ ഇട്ടിരുന്ന സ്ഥലത്തേ ആട് വന്ന് കയറിയാലോ, ഞാൻ വേറൊരു വണ്ടിയോട് ഇട്ട് കാണിച്ചു തരാം. ആ ആട് മേളിൽ കയറിയിരിക്കുന്നത് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞങ്ങൾ അടുത്ത് ബോട്ടിങ്ങിന് എടുത്തോട്ട് പോവുകയാണ്. ഒരാൾക്ക് 2 പേരുടെ 1500 രൂപയെന്നാണ് പറഞ്ഞേക്കുന്നത്. തിരക്കാട്ടോ, ഭയങ്കര തിരക്കാട്ടോ. ഈ മഴയായിട്ട് പോലും ആൾക്കാർ തിരക്കണ്ടില്ലേ. മീൻ ഇന്ന് ഞായറാഴ്ചയും കൂടിയാ. ഓ അതാണല്ലേ, സൺഡേ ആയിട്ടോ, ഞായറാഴ്ച ഇത്രയും തിരക്കേ. ഫിഷാണ് ഏറ്റവും കൂടുതൽ. നോ നോ ഫിഷ് മസാല തേച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യമുള്ളത് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരും അല്ലേ. അവർ വേണോ സംസാരിച്ച്? വേണ്ട. ഇവിടെ വന്നുള്ള காட்சி കേട്ടോ. நீங்கள் சேரிங்கில் போனால் உங்களுக்கு அவ்வளோ ஒன்றும் ஜாலி இருக்காது. அப்படியே உட்காந்து போய்ட்டு அப்படியே வர்றாங்க. இறங்கினா அவங்க உங்களுக்கோசரம் நீங்கள் வெயிட் பண்ணணும், இல்லை அவங்க இறங்கினாங்க அவங்களுக்கோசரம் நீங்கள் வெயிட் பண்ணணும். அது மாதிரி வரும். வெயிட் பண்ணால் பைசா கொஞ்சம் ஜாஸ்தியாக இருக்கும். ஒரு ½ hour வெயிட் பண்ணால் 500 வரும். போட்டிங்களாமா? ஓகே போடு வாங்க. വാ ബോഡി മസാജ് സാർ. നമ്മളെ കേരളത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് ബോഡി മസാജ് വേണോ? എന്നാ ചോദ്യം നോക്കേ അല്ലേ. ജാക്കറ്റ് ഇട്ട് വെള്ളത്തിൽ പോവല്ലേ? വെള്ളത്തിലോട്ട് പോവാ. എങ്ങനായിരുന്നു എന്തോ. ഓക്കെ, നമ്മളിവിടെ കയറുന്ന മുമ്പായിട്ട് ഇവിടെ വല സൈഡിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലേ. മൈക്ക് പോലെ മൈക്ക് സൂക്ഷിച്ച് വെച്ചോ. 10 நிமிஷம் வெயிட் பார்க்கலாமா இல்லை போகாமா? போகாம். அப்போ நான் சொல்லாதீங்க. 1 hour வெயிட் பண்ணால் 2 பேரும் ஷேர் பண்ணுறதா ஷேர் பண்ணலாம். ஒரு 10 நிமிஷம் வெயிட் பண்ணலாம். வேண்டாம் அவங்க வந்தால் ஃபோட்டோ எடுக்க என்ஜாய் பண்ண முடியாதுன்னா நம்ம டூர் ஓகே வெயிட் பண்ணு. போயிட்டாங்க சார். அவங்க 2 பேரும் கரெக்டாக உங்கள் மாதிரி ஃபேமிலி செட் ஆக மாட்டாங்க யாரும். ஓகே உங்களுக்கு ஒரு இடம் நல்லா இருந்துச்சுன்னா കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് 2 പേരുടെ വന്നു കഴിഞ്ഞാൽ ഷെയർ ഇട്ട് പോകാമെന്ന് എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ഞാനിതാ സുഹൃത്തുക്കളെ പോവുകയാണ്. നോക്കി പിടിച്ച് ഇറങ്ങണേ. വഞ്ചി എടുക്കാൻ പോയി. ഏതി ആ വഴി പോവാണോ? ദൈവമേ, 1500 രൂപ വെള്ളത്തില. ആള് മുള്ളാൻ പോയാണ്. ആള് പോയി, നമ്മളെ പൈസയും കൊണ്ട് പോയി. ഇല്ല വരും. ഇവിടെ എല്ലാം വഞ്ചിയുടെ കേട്ടോ. ഇവിടെ എല്ലാം വഞ്ചിയുണ്ട് കേട്ടോ. ഒരുപാട് വഞ്ചികളുടെ കുഴപ്പമുണ്ട്. അന്നേരം 1 മണിക്കൂറല്ലേ ഇപ്പൊ സമയം? എന്തായി ഇപ്പം സമയം 2:05 ആവുന്നു. 2:05 ആവുന്നു. വരട്ടെ, കേറുന്ന ടൈം നോക്കിക്കണം. ഒരുപാട് പേര് വന്നിട്ട് പോകണ്ട ഇങ്ങനെ വട്ടവഞ്ചിയിലേ. ഒരാൾക്ക് മിനിമം 1500 രൂപ കേട്ടോ. 4 പേര് കയറിയാലും 2 പേര് കയറിയാലും. നമ്മളെ കൊട്ടയം വണ്ടി ഇതാ വരുന്നു കേട്ടോ. ഇതല്ലേ ആള്? തിരിച്ചറിയാൻ വയ്യ. അയ്യോ, ഈ കൊട്ടയ്ക്കകത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. വണ്ടി വന്നു, കേറിക്കോ. പേടിയുണ്ടോ വിനീഷ? പേടിയൊന്നുമില്ല, എനിക്ക് നീന്താൻ അറിയാം. പക്ഷെ ഓ, അതിന്റെ അഹങ്കാരം നിനക്കുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നി കേട്ടോ. വിനീഷ അത്യാവശ്യം നീന്തൽക്കാരി കേട്ടോ. നിങ്ങൾ ഏത് ആറായിരുന്നു നീന്തി കിടക്കുന്നത്? ഒന്നും
മിണ്ടായിരിക്കും വായി വന്നൊക്കെ വിളിച്ച് പറയാതെ ആലപ്പുഴക്കാരില്ലേ, അന്നേരം നീന്തൽ അറിയാതിരിക്കുന്നത് ശരിയല്ലല്ലേ. നമ്മൾ വെള്ളം ഇടാൻ പോകുന്ന കണ്ടോണം, ഇങ്ങനെ വെള്ളം ഇടുന്നത് കേട്ടോ. കണ്ടോ, ഇത് കണക്ക് ഇട്ടിട്ടാണ് കയറുന്നത്. இந்த பக்கம் கொண்டுடுவாங்களா? തെള്ള മുടിയാ, തെള്ളി മാറ്റാൻ പാടാന്ന്. ചെരുപ്പ് 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 ഊരലാമാ? ചെരുപ്പ് ഊരുക. ഇത് അതുക്കുള്ള ഇടാലോ. കേറിക്കോ, എടുത്തോണേ. കേറിക്കോ കേറിക്കോ കേറിക്കോ. അയ്യോ അമ്മ എന്ത് പக்கம் എന്റെ പള്ളി. ഓക്കെ, പെതിയെ കേറിയാ മതി. ആടുന്ന കൊറച്ച് നേരെ വെക്കാൻ. ഞങ്ങളെ തന്നെ തള്ളി വിട്ടിട്ട്. ഓ എനിക്ക് വെയിറ്റ് ഇല്ല. സമയം ഇപ്പം 2:05 ആയിട്ടുണ്ട്. 2:05. അങ്ങനെ നമ്മള് വള്ളമല്ല എന്തത് കൊട്ടയിൽ കയറി നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. വെള്ളത്തിനാണ് നമ്മളിങ്ങനെ നിൽക്കുക. പോയി കുറെ പേര് എൻജോയ് ചെയ്തിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അയ്യോ കൊള്ളാം. സ്ലോ. വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, വെള്ളം വരുന്ന സൗണ്ട് കേരള കേരള. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. இந்த பக்கம் அட்வென்ச்சர்ஸ் இருக்கா? ஏதாவது டேஞ்சர் இருக்கா? டேஞ்சர் ஏரியா இருக்கா? டேஞ்சர் ஏரியால இப்ப இல்ல சார். அந்த பக்கம் கர்நாடகா ஃபால்ஸ் போனா டேஞ்சர் ஏரியா ஒண்ணும் பிரச்சனை இல்ல. போறதா இருந்தா அந்த பக்கம் போலாம். அங்க போனா 2 hour போட். ஓகே ஓகே ஓகே. அதான் அவர் சொன்னாரே அந்த சைடுலாம் போறேன்னு சொல்லி. அங்க வேண்டாம், இப்படியே நீங்க கர்நாடகா பார்டர் வரையும் வரேன்னு சொன்னா அப்படி இல்ல அவரு. அதனால இப்போ வந்து நம்ம கர்நாடகா ஐலாண்ட் பீச் வரையும் தான் போகுது. அதுக்கு மேல அவங்க சொன்ன இடத்துக்குனாக்கா அந்த ஆடம் வந்து 1.5 hour 1.5 hour ஆகும். அப்படிங்களா? ஓகே ஓகே. என்ன எக்ஸ்ட்ரா பைசா அவர் பேசாங்கடா நம்ம கிட்ட வரல அவரு. இல்லனா வந்துருவாரு. எவ்வளவு நேரம் ஆகும் அவர் கேட்டு? 2 hours. 2 hours. அவனே எத்தனையோ படக்காரங்க இருக்காங்க, அப்படிலாம் அவங்களுக்கு விட மாட்டாங்க. நீங்களே அவரே வரணும்னா நீங்க கூட்டி போலாம். ஓகே. ആക്ച്വലി നമ്മൾ ആദ്യം ഒരാളെ കണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മുടെ അടുത്ത് 2 hours 1500 പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ലല്ലോ. നമ്മൾ ഇവിടെ വന്നു വെച്ചപ്പോ അങ്ങനെ 2 hours പറ്റത്തില്ല, 1 hour 1000 hours അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആരായാലും പ്രശ്നമില്ല, നമുക്ക് പോയാ പോരെ. അങ്ങനെ നമ്മള് 2 hours പോற மாதிரி இருந்தா தான் ஒரு 500 வருது. ஓகே. அந்த பக்கம் 2 hour போறாங்கல்ல 3000 ஒன் போட். ஓகே. ഇത് ഓക്കെ. അമൽചേട്ടൻ ഇരിക്കുന്നിടത്ത് നല്ലപോലെ താന്നു, ഞാനിരിക്കുന്നത് കൊട്ട അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗി, നല്ല രസമുണ്ട്, ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമ്മളെ പിറകെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടോ നമ്മുടെ വരികയും പോവുകയും ചെയ്യുന്ന ആള്. ഇയാളൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നത് ഏത് വഴി? ഇതിലേ വരാൻ കേട്ടോ. അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കാം. അവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ പാറ പോലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ടും.
ഒരുപാട് പേര് ഇതുപോലത്തെ ഒരു കൊട്ടവഞ്ചി സെറ്റപ്പ് സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. ഇപ്പൊ അവിടെ കുറെ പാറയൊക്കെ അടുക്കിയിട്ടുണ്ട്. പാറയുടെ അവിടെ കുറെ പിള്ളേരും കുറെ ചേട്ടന്മാരും ഒക്കെ നിൽപ്പുണ്ട് അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അമൽ ബ്രോയ്ക്ക്? എന്ത് തോന്നുന്നു? സൂപ്പർ. നേരത്തെ കേറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു തവണ കേറിയിട്ടുണ്ട് കൊട്ടവഞ്ചിയില്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇവരിങ്ങനെ കറക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇതിവിടെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടെ കറക്കുന്ന ഒരു ഐറ്റം ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം വന്ന് ചോദിച്ച ആളോട് എനിക്ക് ചെറിയൊരു ഒരു ഇതല്ലേ. അതെന്താന്ന് വെച്ചാലേ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവര് പിന്നെ അങ്ങ് പോയില്ലായിരുന്നോ? എന്നിട്ട് പിന്നെ നമ്മളെ അവിടെ നിന്ന് ഇവിടെ എല്ലാം കൊണ്ടുവന്നത് ഈ ഞങ്ങളാ. കച്ചവടം ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ കച്ചവടം ഉണ്ട്. അടിപൊളി. വെള്ളത്തിൽ കച്ചവടം ഉണ്ട് കേട്ടോ. ആൾ സാധനമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? ഓ അങ്ങോട്ട് പോകുന്നുണ്ടോ? അവര് നമ്മുടെ അടുത്തോട്ട് വരും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേ അവര് അതുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരും. അതും കൊള്ളാല്ലേ? അതും കൊള്ളാം. ഓ അവിടെ വെള്ളം ചാട്ടം ഉണ്ട് കേട്ടോ ആ ഭാഗത്തെ. അവിടെ നോക്ക്, അവിടെ നോക്ക്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അടിപൊളിയായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ചെറിയ ചെറിയ പാറ പോലെ, പാറയിൽ നിന്ന് ഇങ്ങനെ. എவ்வளவு ആഴം இருக்கு? 50 അടി இருக்குமா? 50 അടിയോ? 50 അടി ആഴം ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കറക്കുന്നുണ്ടെന്ന്. ദാണ്ട് അവിടെ ചെന്ന് കറക്കും. കറക്ക വേണ? കറക്കണമാ? കറക്കണം. പിന്നെ കറക്കണം, കറക്കാതെ പെതിയ കേട്ടാ. മെതുവാ കറക്കണം. ഓക്കെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ കുണ്ടി നനയുന്നു. ഇവിടെ വെള്ളം കേറി. ഞാനിരിക്കുന്നിടത്ത് ഒരു എന്റെ കൊട്ട ഇവിടെ പൊങ്ങിയായിരിക്കുന്നു, വെള്ളത്തിലേ അല്ല. അയ്യോ അമ്മേ. അടിപൊളി. ഇപ്പം കുഴപ്പമില്ല. ഞാൻ ഇരുന്നിടത്ത് വെള്ളം കയറുന്നത് കേട്ടോ. നീ നല്ലതായിട്ട് പിടിക്കുക, നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ നിന്നെ കാണാം, സൂപ്പറായിട്ട് കാണാം. അവിടെ നോക്കാം, അവിടെ മേളിൽ നോക്കാമെങ്കിൽ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പാലം പോലെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിറയെ കുരങ്ങന്മാരെ കാണാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല ആഴം ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. 50 അടി താഴ്ച അത്രയല്ലേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? 50 അടി എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? ഓക്കെ, ചിലയിടത്ത് 30 അടി ഉള്ളതുണ്ട്, 40 അടി ഉള്ളതുണ്ട്, 50 അടിയുള്ള സ്ഥലമുണ്ട് ഇവിടെ. அப்படிங்களா? ஓ கர்நாடகா. உங்க பேர் என்ன? என்ன ஐலண்ட் பீச். அல்ல, உங்க பேர் என்ன? പളനി. ആ കർണാടക ആ ഭാഗത്തോട്ട് പോവാണെങ്കിലേ അത് എത്ര അടി എന്ന് പറഞ്ഞേ? 70 അടി വരെ താഴ്ച ഉണ്ടെന്നാ പറയുന്നത്. കാണണ്ട, ഇതാണെങ്കിൽ കറക്കുമെന്നാ പറഞ്ഞ കേട്ടോ. ഹായ്. നമ്മള് കണ്ട പാലം താ പോകുന്നു. ആൾക്കാർ ഓരോരുത്തർ കറങ്ങി കിളി പറന്ന് പോവുകയാണ്. അയ്യോ, വെള്ളം വന്ന് ചാടുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഗിരീഷ? അടിപൊളി. അവിടെ എല്ലാം വെള്ളം വന്ന് വീഴുന്ന. ഇവിടെ കുളിക്കാം കേട്ടോ. ശക്തമായ വെള്ളം വന്ന് വീഴുന്നതേ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട് ഈ ഒരു യാത്ര. അടിപൊളിയാണ് കേട്ടോ. ക്യാമറ വെള്ളം വീഴൂ? അയ്യോ, ദേഹത്ത് വെള്ളം വീഴണ്ട കേട്ടോ. നമ്മളെ ക്യാമറയ്ക്ക് വെള്ളം വീഴുന്ന അറിയാൻ വയ്യ. അയ്യോ, അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? അയ്യോ അയ്യോ അയ്യോ, കൊട്ടയിട്ട് കൂട്ടിയിടിച്ചു. സൂപ്പറാ.
റിവേഴ്സ് എടുക്കുക, റിവേഴ്സ്. അത് കാണിച്ചു കൊടുക്ക്. അടിപൊളി. നല്ല രസമുണ്ട്. അവിടോട്ട് നോക്ക്, അവിടെ ഇതുപോലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ നല്ല രസമാണ് കാണാനായിട്ട്. എന്താ? ആ ഓക്കെ 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 ഓക്കെ. ഇതിന്റെ ഫോട്ടോ എടുക്കണം. ആണോ? കറക്ക്. സത്യം പറയാൻ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ അതെ. അയ്യോ കറക്കുന്നേ. കൊള്ളാം കൊള്ളാം. വിടല് കൊള്ളാം കൊള്ളാം. പോതും പോതും. കൊഞ്ചം കൂടി, കൊഞ്ചം കൊഞ്ചം കൊഞ്ചം. തല ഇറങ്ങിയോ? തല ഇറങ്ങിയില്ല. ഇല്ല. ഓക്കെ. കൊള്ളായിരുന്നില്ല അവിടെ? കൊള്ളാം കൊള്ളാം. കുരങ്ങനെ ഇരിക്കുന്നോക്കെ. ഇല്ല, ജുറാസിക് പാർക്ക് സിനിമയ്ക്കകത്ത് ആ സിനിമയ്ക്കകത്ത് ചെന്ന പെട്ടണക്ക്. കാരണം ഇങ്ങനൊരു കാഴ്ച അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അയ്യോ എന്റെ ഈ തൊപ്പി കിടക്കുന്ന അറിയാൻ പറ്റുമോ? ഈ തൊപ്പി എടുത്ത് ഇങ്ങനെ തലേ വെക്കണം. നീ ആരാ? ഞാൻ ആരാ? എനിക്ക് മൈക്കൊക്കെ എവിടെ ഉണ്ടോ? ഉണ്ട്. എന്തായാലും അവിടുത്തെ അടിപൊളിയായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം അല്ലേ? ഇതിനകത്ത് മീനൊക്കെ ഉണ്ടാവോ? ആ ഫിഷ്. മച്ചലി എന്തായിരുന്നു? മീനായിരുന്നില്ലേ? ഹിന്ദി ആയിരുന്നു തോന്നുന്നത്. വേണം വേണം സാപ്പിട് വേണം. ഓക്കെ. ആ മീൻ കഴിക്കണമെങ്കിൽ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, ഐലൻഡ് അവർ പറഞ്ഞത്. അവിടെ അവിടെ ചെന്നാൽ കഴിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അതെ. കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വിൽക്കാൻ വെച്ചിട്ടുണ്ടോ? ജ്യൂസ് എന്തൊക്കെയോ ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. കപ്പലണ്ടി മുട്ടായി, ജ്യൂസ്, എന്താ കുർക്കുറയാന്ന് തോന്നില്ലേ, എല്ലാം ഉണ്ട്. ലേസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അടുത്ത ടീംസ് ഒക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ പട്ടിക്കുട്ടിയായിട്ട് വന്നിരുന്നത്. പട്ടി. ആ ഒരു പട്ടിയില്ലേ? അത് അടിപൊളിയായിട്ട്. ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയായിട്ട് അവർ വന്നേക്കുന്ന ആ ഫാമിലി. അത് വെള്ളത്തിലോട്ട് ഇറങ്ങാതെ കൈയിട്ടൊക്കെ നോക്കുന്നു. അത് കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ വീട്ടിലൊരു ഫാമിലി പോലെ അവർ അതിനെ കൊണ്ടു നടക്കുന്നില്ലേ? അതെ 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 അതെ. നോക്കി വിനീഷ, ആവേശ കാഴ്ച സൂപ്പർ അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. அண்ணா இந்த ஸ்பாட்டோட நேம் என்ன? இந்த இந்த இடத்துக்கு நேம் അടുത്ത പേരാ ഒഗേനകൽ. ഒഗേനകൽ. ഞങ്ങളാണെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുറേ പാടുപെട്ടു അല്ലേ? ഒഗേനകൽ. ധർമ്മപുരി മാവട്ടം. ധർമ്മപുരി മാവട്ടം. ധർമ്മപുരിയാണ്. നമ്മളിപ്പോ ധർമ്മപുരി സ്പോട്ടിലാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഇത് നമ്മുടെ 26ാമത്തെ ജില്ലയാ. 26ാമത്തെ ജില്ല ധർമ്മപുരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഉഹൈങ്കളോ എന്താ இந்த ஸ்பாட்டோட நேம் என்ன? இந்த இடத்துக்கு நேம் இந்த ஒகேனக்கல் தான். ஐலண்ட் பீச் கர்நாடகா. ஐலண்ட் பீச் கர்நாடகா. ഒഗേനകൾ. ഒഗേനകൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. വയസ്സ് പണം യൂട്യൂബിലാ? யூடியூப்ல அது வந்து பெர்மனன்ட் இல்லையே. அதாவது பெர்மனன்ட் மணி பெர்மனன்ட் தான். ஆனா சம்டைம்ஸ் அது இങ്ങനെ சேஞ்ச் ஆயிடும்.
இன்னொரு 50 or 60,000 கிடைச்சாச்சா. ஆனா நெக்ஸ்ட் டைம் ஒரு 1 lakh. ஆனா அது குறையும் கூடும். கொஞ்சம் கொஞ்சம் தான் தமிழ் தெரியும். சரி சரி அதான் நல்லா பேசுறீங்களா? என்ன தமிழ் போது இந்த அளவுக்கு தெரிஞ்சவங்க. നിന്നെ കുറിച്ചാ പറയുന്നത്. പിന്നല്ല എനിക്ക് വയ്യ, ഞാൻ 2 round ഓടട്ടെ. நல்லா தமிழ் பேசுறீங்களா? என்ன നല്ല തമിഴ് പേസുകളല്ലേ? கொஞ்சம் இல்ல நல்ல தமிழ். അയ്യോ. ഹായ് കൂട്ടരെ, ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോഴേ ഒരു ചേട്ടൻ വന്ന് ഞങ്ങളുടെ അടുത്ത് വേണമെന്ന് ചോദിച്ചായിരുന്നു. വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിറകെ വന്നു, കുറേ പിറകെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങിയില്ല. കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ വന്ന് ആദ്യമേ ബോട്ട് എടുത്ത് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ വള്ളം എടുത്ത് പോകുന്നത് ശരിയുള്ള കാര്യമില്ലല്ലേ. ഞങ്ങൾക്ക് പിറകെ കുറേ വന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയാൽ പിന്നീട് ഞങ്ങൾ അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ പറഞ്ഞ് ഞങ്ങൾ വിട്ടായിരുന്നു കേട്ടോ. പക്ഷേ തിരിച്ച് ഞങ്ങൾ വരാൻ നേരത്തെ ആ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വിഷമം വന്നു അല്ലേ. ഇതൊക്കെ ഒരു ഇതാണെന്നേ. പിന്നെ ഇപ്പം എന്താ പറയാ, അത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്നാൽ അത് ഓക്കെയാണ്. എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ നിപ്പും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതാണ് കുഴപ്പമില്ല. കാരണം ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞ. കർണാടക ബോർഡർ അല്ലേ? ഓക്കെ 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 ഓക്കെ. ആ കാണുന്ന കർണാടക ബോർഡറാണ്. അങ്ങോട്ട് കൊണ്ടുപോകും. 1000 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. ആ ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ എല്ലാം ഉള്ള മീനും അല്ലെങ്കിൽ ആഹാരമൊക്കെ വേണമെങ്കിൽ മേടിച്ച് കഴിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇല്ല കാണുന്നത് ഒരുപാട് ഉണ്ട്. ഒരുപാട് വെള്ളം പോകുന്നുണ്ട് കേട്ടോ. നോക്കി എത്ര വെള്ളമുണ്ട് ഈ ഭാഗത്ത് തന്നെ. വെള്ളം മീൻസ് ഈ പറയുന്ന എന്താ പറയുന്നത്, കൊതുമ്പ് വെള്ളം എന്താ പറയുന്നത്. ഈ വഞ്ചിക്ക് എന്നെ പേര് നമ്മുടെ നാട്ടിൽ കൊട്ടവഞ്ചി എന്ന് പറയും. കൊട്ടവഞ്ചി ഞങ്ങൾ சொல்ல இங்க பரிசல். இந்த இடத்துல நிறைய மலையாளிஸ் வர. இதுக்கு பேரு போட் இங்கிலீஷ்ல. தமிழ் பரிசல். பரிசல் ஓகே. அண்ணா இந்த இடத்துல ரொம்ப மலையாளிஸ் வருவாங்க. வருவாங்களா? வராங்க. ஓ அத அவங்க சீசன் எப்படி இருக்கோ அப்ப வராங்க மலையாளி நிறைய. ஓ சரி சரி. இது எப்ப வந்து சீசன் வந்து மே மாசம். என்ன ஸ்பெஷாலிட்டிஸ் என்ன? வெள்ளம் கொஞ்சம் சுலோவா இருக்கும், தண்ணி கம்மியா இருக்கும். ഓ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടോ? എന്റെ ഫോട്ടോ എടുത്തായിരുന്നു, നല്ലതായിരുന്നു. അറിയാൻ വയ്യ, അവിടെ ലൈറ്റ് കൂടുതലായിരുന്നു. ആണോ? അത് നന്നായി. ഞാൻ ഇവിടെ തുടങ്ങിയാലോ? വേണ്ട വേണ്ട, നിനക്കറിയാൻ വയ്യാത്ത പണിയൊന്നും നീ ചെയ്യും. ഞങ്ങളെ രണ്ടിനെ ഇറക്കി വിട്ടിട്ട് നീ തുഴഞ്ഞ് കർണാടകയ്ക്ക് വിട്ടു. அங்கே இறங்குவா, அந்த இடத்துல இறங்கணுமா? இப்படி இறங்கலாம். ஒரு போட்டோ பிடிக்க 5 മിനിറ്റ് തരുമോ ഫോട്ടോ എടുക്കാൻ വേണ്ടി? അവിടെ ഇറങ്ങിക്കഴിഞ്ഞാ 5 நிமிஷம் போட்டோ பிடிக்கலாம். ஓகே. அப்புறம் அங்க கர்நாடகா போட் ஹவுஸ். ஓ அது கர்நாடகா போட்டோ. அந்த சைடோ இது நம்மளுக்கு வந்து இதுவரை தான் அலோடு. தமிழ்நாடு பார்டர் இதுவரை தான் அந்தாண்ட கர்நாடகா. ഓക്കേ, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെ ഉള്ളു. തമിഴ്നാട് ബോർഡർ ഇതാണ്, അതിനപ്പുറത്തേക്ക് കർണാടകയാണ്. അപ്പൊ നമുക്ക് അത് അലൗഡ് അല്ല, അങ്ങോട്ട് പോകാനും പറ്റത്തില്ല, വല്ല വെടിയേറ്റ് വീഴും. കർണാടക ഇന്ത്യയുടെ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകണമെങ്കിൽ 1700 രൂപ എക്സ്ട്രാ പൈസ. 1 കിലോമീറ്റർ പോകണം. ഇങ്ങ ഐലൻഡിൽ നിന്ന് 1 കിലോമീറ്റർ. ഓ ശരി. 1 കിലോമീറ്റർ ദൂരെ പോയാലേ നമുക്ക് ആ ഒരു വാട്ടർഫാൾസ് കാണാൻ കഴിയത്തുള്ളൂ എന്നാ പറയുന്നത്. അതിന് 1500 1700 എക്സ്ട്രാ കിട്ടണം. ഇത് നാമ നടന്നു വന്ന അങ്ക കാറിലെ ഒരുത്തർ കേട്ടാരുന്നാ അവർ തന്നെ 2000 അവര് കൊണ്ടുപോവാണെങ്കിൽ 2000 രൂപ മേടിക്കും. ஓ அப்படிங்களா? நாங்க போய் என்ஜாய்மெண்ட் பாதி குளிக்கிறதுக்கு வருவாங்க. அங்க குளிக்கிற பால் செப்பரேட்டா இருக்கு. அங்க ஒரு 1/2 hour விட்டு கூட்டி வருவாங்க. ஓ വിനീഷ് അവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. ஒரு 5 நிமிஷம் கறங்கி போட்டோ எடுத்துட்டு வாங்க. 5 മിനിറ്റ് സമയം തരാം, നീ പോയി ഫോട്ടോ എടുത്തിട്ടൊക്കെ വരാം. നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നീ പോട്ടോ. இதே மணல்ல வெயிட்டிங் பண்ணா அதுக்கு தகுந்த மாதிரி பைசா எக்ஸ்ட்ரா பண்ணிடுவாங்க. என்ன இங்க வெயிட்டிங் இறங்கி குளிக்கிற மாதிரி போட்டோ எடுத்து இங்க ஒரு 1/2 மணி நேரம் 1 hour இங்க வெயிட்டிங் பண்ணா அதுக்கு தகுந்த மாதிரி பைசா எக்ஸ்ட்ரா பைசா அது பண்ணிடுவோம். நாம இப்போ இறங்குறதுக்குலாம் அது நீங்க கொடுக்குறதா? நம்ம காசு பேசுறோம்.
അവിടെ നിന്ന് അരമണിക്കൂർ കുളിക്കുന്നതിന് എക്സ്ട്രാ പൈസ സാധാരണ ആൾക്കാർ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇദ്ദേഹം മേടിക്കത്തില്ലാണെന്നാണ് പറഞ്ഞു വരുന്നത്. இங்கே 1 hour வெயிட் பண்ணால் പൈസ 1 hour വെയിറ്റ് വേണം, പൈസ എടുക്കും. நம்ம ரவுண்டிங் போயிட்டு வந்தாலும் டிப்ஸு, இப்போ இறங்கி விட்டு போட்டோ எடுத்தாலும் டிப்ஸ் தான். அவ்வளோ ഓക്കെ ഓക്കെ ഓക്കെ. ருபீஸ் அவ்வளோதான். 200 രൂപ കൊടുക്കണമെന്ന്. അവിടെ കുളിക്കണം നിനക്ക് താല്പര്യമുണ്ടോ? ഇല്ല. ആണ്ടെ ബാഗ് എല്ലാം നനയുന്നു. அங்கே செப்பில் உட்காந்துருக்காங்க. നീ അവിടെ ഇല്ല, ഞാൻ ഇറങ്ങട്ടെ. அவங்க இறக்கிறானுங்க. അയ്യോ. ആ ഓക്കെ വിനീഷ കയറിക്കോ. എൻ്റെ സന്ധ്യ മൊത്തം നനഞ്ഞിട്ടോ. നീ ആദ്യം ഇറങ്ങി നിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ? നിനക്ക് പോയി കുളിക്കാം കേട്ടോ. ആ ഭാഗത്ത് വേണമെങ്കിൽ കുളിക്കാം. കുളിക്കണമെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ആ കൊട്ടയ്ക്കകത്ത് വെള്ളമായി. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. മീനൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്ന സ്ഥലമാണ്. ഓ ഇവിടെയും കച്ചവടം കേട്ടോ. വേണം വേണം വേണപ്പാ വേണം. ഇങ്ങനെയൊക്കെ ആൾക്കാർ ഒരു ബിസിനസ് കണ്ടാൽ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ള തെളിവാണ് ഈ കാണുന്നത് കേട്ടോ. വേണം വേണം. എന്താ ഇവിടെ മീൻ വറുത്ത് കൊടുക്കുന്നുണ്ടോ? ചേട്ടാ എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. നമ്മളെ ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ. ഇവിടെ വേറെ ആൾക്കാർ ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അങ്ങനെ വരുന്ന ആൾക്കാർ ഇതാ ഇവിടെ വന്ന് മീനൊക്കെ മേടിച്ച് കൊണ്ടുപോകും കേട്ടോ. ഫിഷ് ഫ്രൈ ആണ് കൊടുക്കുന്നത്. 6 മീൻ 100 രൂപയെന്നാണ് പറയുന്നത്. 5 മിനിറ്റ് കൂടുതൽ നിർത്തത്തില്ല. 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ അപ്പുറത്ത് ഇറങ്ങാം, കുളിക്കുകയൊക്കെ ചെയ്യാമേ. ഇവിടെ ബിയറൊക്കെ കിടക്കുമോ? ഇവിടെ ബിയറൊക്കെ കൊണ്ട് കഴിക്കുന്ന ആൾക്കാർ മീനൊക്കെ ആയിട്ട് കഴിക്കുന്നു. ഇവിടെ ചട്ടി ഉണ്ടോ? മീൻ മറക്കുന്ന ചട്ടി ഉണ്ടോ? ഓ വ്യത്യസ്തമായൊരു ചട്ടിയല്ലേ ഇതുകൊണ്ടോ? ഉണ്ടോ ഈ ചട്ടിക്കകത്ത് ഇവിടെ മീൻ മറക്കുന്നേ. പിന്നെ അവരുടെ സ്വന്തം കൊട്ടയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടെ കൊണ്ട് മറച്ചു വെച്ചേക്കുന്നുണ്ടോ? വിനീഷ എങ്ങനെയുണ്ട് ഇവിടുത്തെ? അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ആൾക്കാരിരുന്ന് മീനൊക്കെ വറുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചു വേണോന്ന്, പക്ഷെ വേണ്ട, നമ്മൾ പുറത്തുനിന്നുള്ളതൊന്നും കഴിക്കത്തില്ല. ഇന്നലെ ഒന്ന് കഴിച്ചതിന് അനുഭവം മാറിയിട്ടില്ലല്ലേ? ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, എല്ലാ ഭാഗത്തൊക്കെ മീൻ വെച്ച് വെക്കുന്നുണ്ട്. അപ്പുറ പശു ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തത്. അത് ശരിക്കും കർണാടക ബോർഡർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് പോയാലോ? ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട്. 10 മീൻ 100 രൂപയെന്ന് പറഞ്ഞല്ലേ? 10 മീൻ 100 രൂപയെന്നല്ലേ? എനിക്ക് അറിയത്തില്ല. അന്നേരം ഇവിടെ മീനുണ്ട്. ചേട്ടൻ കഴിക്കുന്നുണ്ടോ? അവിടെ നിന്ന് മേടിക്കുക, കഴിക്കുക. അവിടെ കണക്കുണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇവിടെ നിർത്തും കേട്ടോ. ഇവർ നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങി നമ്മൾ മീനൊക്കെ മേടിച്ച് കഴിച്ച് എൻജോയ് ചെയ്ത് പോവാം അല്ലേ? പോവാം. ഓക്കെ സൂപ്പർ. സൂപ്പറാർക്ക് സൂപ്പറാർക്ക്. എടുത്തോ? എടുത്ത് ഇറങ്ങിയോ? കേറട്ടെ? എങ്ങനെയോ ഞാനിവിടെ എത്തി. ഞാനും കയറി വേണം. നീ അന്തപ്പക്കോ എല്ലാ വിധേനെ അമലിരുന്നു. അയ്യോ ഓക്കെ. ഞാൻ എങ്ങനെ ഇരുന്നു സിറ്റ് ഡൗൺ ആയി. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അങ്കിൾ കറക്കണേ. ആ ഓക്കെ. അന്നേരം നമ്മൾ ആ ഒരു കാര്യം ഇവിടെ പറയുകയാണല്ലേ? അതെ, അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നമ്മൾ വന്നിടത്തോട്ട് തന്നെ പോവാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. മീനൊക്കെ അടിച്ച് കഴിച്ചവിടെ നിൽക്കായിരുന്നു. സമയമെടുക്കും. നമുക്ക് അവിടെ ചെന്നിട്ടെണ്ണം മേടിക്കാം. നീ കഴിക്കണം എന്നുണ്ടെങ്കിൽ. നിർബന്ധമില്ല ഉണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവിടെ ചെന്ന് ഒരുപാടുണ്ട്. നമുക്ക് ആ കാഴ്ച
இந்த கைத்து அந்த பக்கம் எடுத்துட்டு உட்காருங்க கயிறு கை மாற்று நல்லா இருக்கா இப்போ உட்காரத்துக்கு കയറോ ഓക്കെ கயிறு அணுங்கல்ல ആ உங்களுக்கு உட்காரது கஷ்டம் இருக்கும் தச்சு கயிறு இருந்தால் உட்கார முடியும் ആ ഓക്കെ ഓക്കെ മഴ മഴ വരുതാ மழைலாம் வரதா இல்லை சாயந்தரம் എനിക്ക് അയാൾ ആ ചേട്ടൻ്റെ മുഖം മറക്കാൻ പറ്റുന്നില്ല. എന്തോ ചെയ്യാൻ എന്തോ ചെയ്യാനോ അതൊക്കെ. ഇനി മേല ഞാനെന്നിട്ട് അന്ന് ആ ചേട്ടൻ എന്തെങ്കിലും കൊടുത്ത് ഇനി കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. ഇച്ചിരി പൈസ കൊടുത്തായിരുന്നു, പക്ഷെ മേടിച്ചില്ല. വിനീഷ, ഈ മല കാണുമ്പോൾ നിനക്ക് എന്തോ ഓർമ്മ വരുന്നേ? മറ്റേ നമ്മള് കേറിയ മല. അന്ന് ചെറിയ മലയല്ലേ നമ്മള് കയറിയത്? ഞങ്ങളെ മല കണ്ടു നോക്കിക്കൊണ്ടേ ഞങ്ങൾ അതിനെ കൊക്കണം കുത്തി എന്തോ പറയുന്നത് കളിയാക്കി. ആ മലയെങ്ങാണോ ആ കേറേണ്ടി വന്നതേ തീർന്നെന്ന്. എന്നിട്ട് അവസാനം ആ മലയിൽ തന്നെ ചെന്ന് കേറി. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായിരുന്നു. 4800 അടി, 400 അടി അത്ര ഉയരത്തിലുള്ള ആ ഒരു മല കയറി. ആ ഒരു വീഡിയോ നമ്മൾ ചാനൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു അമ്പലമാണ്, ക്ഷേത്രത്തിൽ കയറിയതാണ്. ശിവൻ്റെ ക്ഷേത്രം അല്ലേ, ശിവൻ്റെ ഒരു കോവിലാണ്. ഏറ്റവും മുകളിൽ, ഒരു മലയുടെ ഏറ്റവും മുകളിൽ 2000 വർഷം പഴക്കവും ഉണ്ടായിരുന്നതിന്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ 7 കിലോമീറ്റർ അല്ലേ, 7 കിലോമീറ്റർ ഞങ്ങൾ അങ്ങോട്ട് വൺ സൈഡ് 4 മണിക്കൂർ കൊണ്ട് നടന്ന് തിരിച്ച് 3 മണിക്കൂർ കൊണ്ട് ഇറങ്ങി വന്നില്ലേ. ഇറങ്ങാൻ എളുപ്പമായിരുന്നു. കുത്തനെയുള്ള കയറ്റമായിരുന്നു. 4800 അടി ഉയരത്തിൽ ഞങ്ങൾ കയറി അല്ലേ. അങ്ങോട്ട് പോയപ്പോ എല്ലാ പാറയിലും ഇരുന്നും തിരങ്ങിയാ കയറിയത്. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എന്താ എങ്ങും രണ്ടിടത്ത് ഞങ്ങൾ ഇരുന്നോളൂ, ബാക്കി എല്ലായിടത്തും ഓടി. ആ ഒരു അനുഭവം അടിപൊളിയായിരുന്നു അല്ലേ. ഒരിക്കലും ഇനി അത് കണക്ക് കിട്ടുമായിരിക്കാം, എന്നാലും ഈ യാത്രയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത്. ദാണ്ടക്കൊക്ക് നമ്മുടെ നാട്ടിലേക്കാളും വ്യത്യസ്തമായ ഒരു കൊക്ക. ദേശാടന പക്ഷികളല്ലേ ഇതൊക്കെ? അല്ല, ദേശാടന പക്ഷിയാണെങ്കിൽ കുറച്ച് കൂട്ടം ചേർന്നല്ലേ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടല്ലോ. അറിയത്തില്ല, കുണ്ടി മൊത്തം നനഞ്ഞു കേട്ടോ. എന്തോ ചെയ്യാനാ, ഞാൻ ഇരുന്ന ഭാഗം താന്ന് കിടക്കുക, ഇവര് രണ്ടുപേരുടെ ഭാഗം പൊങ്ങിയിരിക്കുക. അതെ, എന്റെ ഭാഗം ഞാനിവിടെ ഉണ്ടെന്ന് കൊട്ടവഞ്ചി അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് വെള്ളം പോലും അറിഞ്ഞിട്ടില്ല ഞാനില്ലേ പോകുന്നുണ്ടെന്ന്. ആ സമയം അമൽചേട്ടൻ ഇരുന്ന ഭാഗമാണെങ്കിൽ അങ്ങ് താന്നു, കൊട്ടയിപ്പോ താന്നു പോകുന്ന പോലെ. നമ്മളെ എത്താറായില്ലേ? എത്താറായോ? നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ടീംസ് ഒക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ നായക്കുട്ടി എന്ത്? ആ നായക്കുട്ടിയായിട്ട് വന്ന വള്ളം എന്ത്? അതൊരു ജർമ്മൻ ഷിപ്പ്യാർഡായിരുന്നില്ലേ? ആ എന്തായാലും അതൊരു ഭയങ്കര ക്യൂട്ടായിരുന്നു. മഴയൊക്കെ വന്ന ഈ ചേച്ചി എന്തോ ചെയ്യും, നനയുമോ? ഞാൻ ഇരിക്കുന്ന ഭാഗമായിട്ട് തോന്നുന്നു ഇവിടെ വെള്ളം കയറുന്നു കേട്ടോ. സത്യം പറ, വെള്ളം കയറിയതാണോ അതോ നീ ഒഴിച്ചതാണോ? അവിടെ 2 ചേച്ചിമാരിന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ. അവരിങ്ങനെ കൊട്ട വഞ്ചി ഇങ്ങനെ കിടന്ന് കറങ്ങും. ടാഗ് ചെയ്തായിരുന്നോ? மேடம் ஃபர்ஸ்ட் டைமா? ആ എന്റെ അടുത്തില്ല, ഫസ്റ്റ് ടൈം. ஃபர்ஸ்ட் டைம். ആ ഫസ്റ്റ് ടൈം. ஃபர்ஸ்ட் டைம் அந்த பிளேஸ் பார்க்கணும். எந்த பிளேஸ்? கர்நாடகா பிளேஸ். இதை விட இன்னும் அந்த பக்கம் சூப்பரா இருக்கும். ஓகே, ഞങ്ങൾക്ക് ടൈമേ ഇല്ലേ. டைம் இருக்கும்போது நெக்ஸ்ட் டைம் வாங்க. ஓ ஃபைன். இங்கெல்லாம் பிள்ளை சும்மா அந்த பக்கம் வீடியோல ஷூட்டிங், சின்ன ஷூட்டிங் பிளேஸ் அந்த பக்கம். ஓகேங்களா? ஓகே, போனோம்.
കർണാടക. ഓ വേണ്ട, അത്ര വലിയ വലിയ ബന്ധങ്ങളിലേക്ക് നമുക്ക് പോകണം ഷാജി. ആ കൊച്ചി നല്ലോണം നോക്കുന്നു. ആ പോയ കൊച്ചി ആരെ? നിന്നെയോ? എന്നെയോ? மே மாதம் வந்தால் இந்த 1500 ரூபாய்க்கு அந்த சைடு போகுது போட்டு. പോവും. இங்கே வந்து வெள்ளம் வெள்ளசாட்டு இங்கே இருக்காது. ഓ அப்போ அந்த சமயத்தில் அந்த சைடுக்கு போகுது. அப்படிங்களா? ஓகே ஓகே ஓகே. அப்போ வந்தீங்களா உங்களுக்கு எக்ஸ்ட்ரா பைசா இல்லை, അതേ 1500 രൂപ தான். മനസ്സിലായി. എന്താ മനസ്സിലായി പറ. നമ്മൾ ഇപ്പൊ കൊടുത്തില്ലേ 1500 രൂപ, ഈ 1500 രൂപയ്ക്ക് സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടുപോകും. കർണാടക வெள்ளசாட்டு இருக்கக்கூடாது, அப்போ தான் போட்டு அந்த பக்கம் அலோடு. அப்படிங்களா? ஓகே ஓகே ஓகே. அலோடுன்னா 100 டீப் இருக்கு அந்த பக்கம், வெள்ளம் அதிகம், வெள்ளசாட்டு அல்ல சுழல், அதனால அங்க விட മാട്ടേക്കാണ്, ഡേഞ്ചർ. ഓ ശരി ശരി, മനസ്സിലായോ? എന്താ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പൊ അവിടെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്, കാരണം അവിടെ ചുഴി ഉണ്ട്. വെള്ളച്ചാട്ടം വാട്ടർഫാൾസ് ഇല്ലേ, ആ വെള്ളം വരുന്നത് ഭയങ്കര ശക്തമായിട്ടാണ് വരുന്നോണ്ടിരിക്കുന്നത്. ചുഴി അതുകൊണ്ട് നമുക്ക് വിരുപ്പെട്ട് അങ്ങ് പോകണമെന്നാ പോകാം, എക്സ്ട്രാ പോയിട്ടാ പോകും. എക്സ്ട്രാ പൈസ കൊടുത്താൽ വേണമെങ്കിൽ കൊണ്ടുപോകും. പക്ഷേ സംഭവം ഇങ്ങനെ കുഴപ്പമുണ്ട്, ചുഴിയൊക്കെ ഉണ്ട്, ഡേഞ്ചറാണ്. എന്തിനാ വെറുതെ അത്ര വലിയ ഡേഞ്ചറിലോട്ടൊക്കെ? இப்போ வந்து வெள்ளசாட்டு வந்து ஃபால்ஸ் அதிகமாக இருக்கும். இப்போ ஃபால்ஸ். ஓ அப்படிங்களா? ஆனால் ரொம்ப ஹைட்டு இருக்காது, ரொம்ப கீழே இருக்கும். ஹைட்டுன்னா தண்ணி டவுன் ஆகுனா ஹைட்டு. കറക്കയില്ലല്ലോ, இன்னும் முன்னாடி போடும், മുന്നാടി പോയി കറക്കാം. ഓക്കെ. ഗിരീഷ എങ്ങനെയുണ്ട്? കൊള്ളാം 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 കൊള്ളാം, നല്ലപോലെ കറക്കുന്നുണ്ട്. കാലം പിടിക്കില്ല, എടാ എന്റെ കാല് വാരുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. போதும் 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 போதுം. തല സുത്തായിരിക്കും, തല ചുറ്റുന്നു. അതെ, കൊള്ളാം കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മളങ്ങനെ എത്താറായില്ലേ? നമ്മളെ സ്ഥലം എത്താറായി, ലൊക്കേഷൻ എത്താറായി. അന്നേരം കരയിലോട്ട് കയറിയിട്ടാണ് ബാക്കി കാഴ്ചകൾ കാണാൻ കിടക്കുന്നില്ലേ? അതെ, ഇവിടെ എന്ത് കാഴ്ചയാണ് ഉള്ളതെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് പോയി നോക്കാം. അന്നേരം നമ്മളെ ഈ ഒരു ജില്ലയും അടിപൊളിയായിരുന്നില്ലേ? കുഴപ്പമില്ലായിരുന്നല്ലേ? അയച്ചു. പിടി. ഓക്കേ, താങ്ക് യു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ ഇന്ന്? ഞായറാഴ്ചയല്ലേ? ഇവിടുത്തെ ചട്ടിക്കിച്ചിയുടെ വൃത്തിയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ മീൻകറിയുടെ ഒരു മണം വരുന്നു. വീട്ടിലെ മീൻകറിയുടെ മണം. ഇത് മീനാട്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത് ഫ്രൈ ചെയ്തുകൊണ്ട് പോകാം കേട്ടോ. ഫ്രൈ ചെയ്ത് തരും. ഏത് വേണമെന്ന് കാണിച്ചാൽ മതി. ഓ കണ്ടോ, ഇവിടെ കട്ടിങ് സെൻ്റർ കേട്ടോ. നമ്മളിവിടുന്ന് മീൻ വാങ്ങുക, അവിടെ കൊണ്ട് കട്ട് ചെയ്യുക, അടുത്തുകൊണ്ട് വറുക്കുക, ഫ്രൈ ചെയ്ത് തരും. ഇത് ആറ്റുമീനോ കടൽ മീനോ? ആറ്റുമീനല്ലേ ഇത്? ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈയും കൊടുക്കൂടെ? കോഴി. ഓ, ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മളെ അവിടെ കണ്ട മീനുണ്ടല്ലേ, ഇവിടെ മേടിച്ചു ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുക്ക് ചെയ്ത് തരും കേട്ടോ. കണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ ആൾക്കാരിരുന്ന് കഴിക്കും. അവിടെ കുക്കിംഗ് ആണ്, ഇവിടെ നിന്ന് ആൾക്കാരിരുന്ന് കഴിക്കും. മീൻ വാങ്ങുക,
അപ്പുറത്തുണ്ടോ അവിടെ കട്ടിങ്ങും തൊട്ട് പിറകെ തന്നെ പാചകവും എല്ലാം. ரோஸ் கலர் சட்டை அப்புறம் கருப்பு கலர் வேஷ்டி வந்துருப்பான் பாரு. மார்க்கெட்ல வந்து இப்படி வளைஞ்சு வருவோம் பாருங்க. இப்பதான் சொல்லி அனுப்பிச்சுட்டுக்கிறேன், பார்த்து வாங்கிக்கிறேன். പക്ഷെ ഇങ്ങനത്തെ കാഴ്ച ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഇപ്പം വലിയ മീൻ കേട്ടോ, ബെഡാ സൈസ് മീൻ. ഇതൊന്നും ഐസ് ഇട്ട് വെച്ചേക്കുന്നതല്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് വാങ്ങുക, അപ്പുറത്ത് ഇതിനൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തോ കറി വെച്ചോ അവർ തരുന്നതായിരിക്കും. ആ ഭാഗത്തെ കണ്ടോ, അവിടെ ചേച്ചിരുന്ന് ആട്ടുന്നുണ്ടോ? അരപ്പൊക്കെ ഇവരിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. മിക്സിയോ മറ്റുള്ളതൊന്നും ഉപയോഗിച്ചൊന്നുമല്ല, അവരരപ്പ് ആട്ടുകല്ലിൽ തന്നെ അരച്ചെടുക്കുമല്ലേ. ഒരുപാട് മാർക്കറ്റുണ്ടോ ഇതിനകത്തെ? ഇതിനകത്തെന്തുവാ? അതിനകത്തൊന്നുമില്ല. വിനീഷ, ചുമ്മാതെ കയറുന്നതിന് ടിക്കറ്റ് വേണം, എന്തോ ചെയ്യാനാ? തമിഴിൽ എഴുതി വെച്ചേക്ക് ഒന്നും മനസ്സിലാവത്തില്ല. 5 രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 5 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കയറി, വേറൊന്നുമില്ല, അവിടെ കയറുന്ന ആഹാരം കഴിക്കാം അല്ലേ. നമ്മൾ അപ്പുറത്ത് മീൻ വാങ്ങി അവിടെ കൊടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കൊണ്ടുവന്ന് കഴിക്കാം. എനിക്ക് തോന്നുന്നു കേരളം ഇതിനേക്കാളും ഭേദമാണ്. കാരണം 1 ടൈം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഇപ്പം മുക്കിന് ടിക്കറ്റ് എടുക്കാനായിട്ട് ആൾക്കാർ. അതെ അതെ അതെ. ബിനീഷേ, എന്റെ കൂട്ടുകാരൻ എന്തായിരിക്കുന്നു? ഹായ് അമൽ, ഹൗ ആർ യു? എന്തോ ഹായ് അമൽ, ഹൗ ആർ യു? മേരെ കൂട്ടുകാരൻ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അടുത്ത് ഇനി അങ്ങോട്ടാ പോകുന്നത്? അടുത്ത ജില്ല അറിയാൻ വയ്യല്ലേ? സേലം. സേലമാണോ? 26ാമത്തെ ജില്ല സേലം. 27ാമത്തെ ജില്ല സേലം. 27ാമത്തെയാണോ? ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ധർമ്മപുരിയിലാ. അത് 26ാമത്തെ ജില്ല. ദിവസങ്ങൾ പോകുന്നു. ഇന്ന് ഞായറാഴ്ച. ഞായറാഴ്ചയാന്ന് പോലും ഞാൻ ഇന്ന് എപ്പോഴാണ് അറിഞ്ഞത്? രാവിലെ അറിഞ്ഞത് ഞായറാഴ്ചയാണെന്ന്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇത് നമുക്ക് സാധാരണ കുട്ടികൾക്കുള്ള ഐറ്റങ്ങൾ, ബാഗ്, കുടകൾ, അല്ലെങ്കിൽ എന്തോ പറയുന്നത്, കളിപ്പാട്ടങ്ങൾ. ചുമ്മാ വില ചോദിക്കണ്ട. നീ പോ, നിനക്ക് ഇവിടേക്കുള്ള സ്വഭാവമാണ്. എല്ലാ കടയിലും കയറി വില ചോദിക്കും, എന്നിട്ട് വാങ്ങത്തില്ല. അവർ വിചാരിക്കും ഇപ്പോൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. ഇവിടെ ഫിഷ് ഉണ്ടോ? അതോടെ മീൻ ഇരിക്കുന്നുണ്ടോ? മസാല വെച്ചിങ്ങനെ വെച്ചിരിക്കും. നമ്മൾ പറയുമ്പോൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുക്ക് ചെയ്ത് അപ്പം തരും നമ്മളെ കയ്യില്ലേ. സംഭവം ആശയം കൊള്ളാം. നല്ല തിരക്കാട്ടോ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ്. ഹായ് കൂട്ടരെ, അന്നേരം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് റേറ്റ് പറഞ്ഞ് സംസാരിച്ചിട്ടേ കയറാവും. ഇവരെ ഗവൺമെൻറ് പറയുന്നത് 1500 രൂപയെന്നാണ് പറയുന്നത്. അതിനകത്ത് 1500 രൂപ അവർ അവിടെ കെട്ടിവെക്കുന്ന അവർ പറയുന്നത്. പിന്നെ ടിപ്പായിട്ട് നിന്ന് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അന്നേരം കറക്റ്റ് റേറ്റ് സംസാരിച്ച് വെച്ചിട്ടേ കൊട്ടയെ കയറാവും, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും നമ്മൾ അറിയത്തില്ല കേട്ടോ. അന്നേരം ഇന്നത്തെ കാഴ്ച അടിപൊളിയായിരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നില്ലേ. തിരിച്ച് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? സേലം. ഓക്കെ, അടുത്ത സേലത്തെ വിശേഷമായിരിക്കും. ഇവിടുന്ന് എങ്ങനെ പോയാലും ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട്. 90 കിലോമീറ്ററോളം ദൂരമുണ്ട്. അന്നേരം അടുത്ത് അങ്ങോട്ട് പോകാൻ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.